നമ്മുടെ സമൂഹത്തിലെ ഒരുപാട് ആൾക്കാർക്ക് എപ്പോഴും പറയും ഡിപ്രഷൻ ആണെന്ന് പറയില്ലേ. എന്താ ഡിപ്രഷൻ എന്നറിയോ? പക്ഷെ അതിനെക്കാട്ടിലും അപകടമായ സംഗതി ഉണ്ടെന്നറിയോ? സൈലന്റ് ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. പുറത്തു പോകുമ്പോഴേ അവരൊക്കെ വളരെയധികം സന്തോഷവാന്മാരായിരിക്കും, പക്ഷെ ഉള്ളിൽ എപ്പോഴും നീറി നീറി മരിക്കുന്നവരായിരിക്കും അവരൊക്കെ എന്നാ പറയാ. സൈലന്റ് ഡിപ്രഷൻ എങ്ങനെയാ കാണപ്പെടുന്ന അറിയാം? ഒരു ഉദാഹരണത്തോടെ ഞാൻ പറഞ്ഞുതരട്ടെ, ഒന്ന് കേട്ടോളൂ, ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ. ചുറ്റുമുള്ള ആളുകൾക്ക് എപ്പോഴും നമ്മൾ ചിരിച്ചുകൊണ്ട് മുഖമായിരിക്കും, അവരുടെ മുന്നിൽ നമ്മളെപ്പോഴും പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഒറ്റയ്ക്കാകുമ്പോഴേ എപ്പോഴും കണ്ണീരും ഒരേ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് അതുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ എന്താണെന്നറിയോ? നമ്മളെല്ലാവർക്കും സഹായമൊക്കെ ചെയ്യും, പക്ഷെ സ്വന്തം കാര്യത്തിൽ സ്വന്തം വിഷമത്തിൽ നമ്മൾ ആരോടൊന്നും പറയില്ല എന്നുള്ളതാണ്. മൂന്നാമത്തെ എന്താണെന്നറിയോ? സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം, ഇങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നമ്മളെപ്പോഴും നല്ല ഫോട്ടോസ്, പാട്ടുകൾ എല്ലാം നമ്മൾ പോസ്റ്റ് ചെയ്യും, പക്ഷേ വലിയൊരു ശൂന്യത ഉള്ളിൽ അനുഭവിക്കുന്നവരായിരിക്കും ഇങ്ങനത്തെ ആളുകൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. നാലാമത്തെ എന്താണെന്ന് അറിയുകൾക്ക് നമുക്കെല്ലാം സുഖമാണ് ഇങ്ങനെ കള്ളത്തരങ്ങനെ പറയും. ഒറ്റ വാക്കിലൊക്കെ നമ്മൾ പറയല്ലേ ഭയങ്കര സുഖമാണ് എന്നൊക്കെ, പക്ഷെ രാത്രിയിൽ നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയാത്ത എത്ര ആളുകൾ ഈ സൈലന്റ് ഡിപ്രഷൻ ഉണ്ടെന്ന് നിങ്ങൾക്കറിയോ? സൈലന്റ് ഡിപ്രഷൻ ഉള്ളവരൊക്കെ ഒരിക്കലേ പുറത്ത് കാണിക്കാത്ത ഒരു വലിയൊരു യുദ്ധമാണ് അവരുടെ ഉള്ളിൽ ഇങ്ങനെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അവർക്ക് ഏറ്റവും വേണ്ടത് വിശ്വസിക്കാവുന്ന ഒരാളാണ്, കേൾക്കാൻ കഴിയുന്നൊരു ചെവിയാണ്, മനസ്സിലാക്കുന്ന ഒരു ഹൃദയവും മനസ്സുമാണ്, നോക്കിയാൽ സ്നേഹം തുളുമ്പുന്ന ഒരു നോട്ടമാണ് അവർക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളോട്, നിങ്ങളുടെ കുടുംബാംഗങ്ങളോട്, സഹപ്രവർത്തകരോട്, ഏറ്റവും ഇഷ്ടപ്പെടുന്നവരോടൊക്കെ നിങ്ങൾ ഇന്ന് സംസാരിച്ചോളൂ. സുഖമാണോ എന്നൊരു ചോദ്യം നിങ്ങൾ ചോദിക്കാൻ മറക്കണ്ട. കാരണം ഒരു ചെറിയ ചോദ്യം ഒരാളുടെ ജീവിതത്തിൽ ഒരു ആശ്വാസമായിരിക്കുന്ന, വലിയ ആശ്വാസമായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ സൈലന്റ് ഡിപ്രഷൻ എന്ന് പറയുന്നത് കാണാൻ കഴിയാത്ത ഒരു മുറിവാണ്. പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന ഓരോ വാക്കുകളും അല്ല ഓരോ കരുതലുകളും അവരുടെ ജീവിതം തുടരാനുള്ള ശക്തിയും ആർജവും നൽകുന്നവർക്കുള്ള എന്നുള്ളതാണ്. അതിനാണ് ഇന്ന് തന്നെ നിങ്ങൾക്ക് കഴിയുന്ന ആളുകളെ, നിങ്ങൾ ഇതുപോലെയൊക്കെ കാണപ്പെടുന്നവരൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചോളൂ, ഒരു സന്ദേശം അയച്ചോളൂ. അതുമല്ലെങ്കിൽ സൈലന്റ് ഡിപ്രഷൻ എനിക്കുണ്ടെന്ന് ഇത് വീഡിയോ കണ്ടിട്ട് തോന്നുന്നവർക്ക് ആർക്കും തോന്നിയിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഈ സിംറ്റംസ് ഒക്കെ ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളും ഒന്ന് നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുകളെ ഒന്ന് വിളിച്ചോളൂ, ഒന്ന് കാര്യങ്ങളും തുറന്ന് പറഞ്ഞോളൂ കേട്ടോ. അത് തന്നെയാണ് നമുക്ക് ജീവിതത്തിൽ നമ്മോട് ചെയ്യാൻ കഴിയാവുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരോട് ചെയ്യാൻ കഴിയാവുന്ന ഒരു കാര്യം എന്നുള്ളത്. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഒരുപാട് സ്നേഹം മാത്രം. താങ്ക് യു.